തന്നെ സംഗതി. അതുകൊണ്ട് ബന്ധങ്ങൾക്ക് വലിയ പ്രാധാന്യം കൊടുക്കണം. രക്തബന്ധം വളരെ പ്രധാനപ്പെട്ടതാണ്. എല്ലാ ബന്ധവും അങ്ങനെ തന്നെയാണ്. അയൽപക്ക ബന്ധം. മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയൽവാസികളെ പറ്റിയിട്ട് ഇങ്ങനെ പറഞ്ഞ് അവസാനം അയൽവാസികൾക്ക് സമ്പത്തിൽ അനന്തരം നൽകണമെന്ന് നബി തങ്ങൾ പറയുമോ എന്ന് ഞങ്ങൾക്ക് തോന്നി എന്ന് സ്വഹാബത്ത് റളിയല്ലാഹു അൻഹു. ഗുരുശിഷ്യ ബന്ധം വളരെ പ്രധാനപ്പെട്ടതാണ്. എല്ലാ ബന്ധവും അങ്ങനെ തന്നെ. ബഹുമാനപ്പെട്ട സയ്യിദുന അബൂ ഹനീഫത്ത് നുഅ്മാൻ റളിയല്ലാഹു അൻഹു, 4 മദ്ഹബിൽ ഒന്നിൻ്റെ ഇമാമായ ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു, സയ്യിദുന അബൂ ഹനീഫത്ത് അൽ കൂഫി റളിയല്ലാഹു അൻഹു തൻ്റെ ഉസ്താദിൻ്റെ വീടിന് നേരെ കാൽ നീട്ടിയിരുന്നില്ല എന്നാണ്. ഉസ്താദിൻ്റെ പേരൻ്റെ നേരെ, ഉസ്താദിൻ്റെ നേരല്ല. മഹാനായ അബൂ ഹനീഫ ഇമാമിൻ്റെ വീട് കഴിഞ്ഞിട്ട് 7 വീടുകൾക്കപ്പുറത്തായിരുന്നു ഉസ്താദിൻ്റെ വീടുണ്ടായിരുന്നത്. മൂപ്പര പെരയിലിരുന്നിട്ട് ഉസ്താദിൻ്റെ പേരൻ്റെ നേരക്ക് കാല് കിട്ടിയിരുന്നില്ല സയ്യിദുന അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു. എന്തുകൊണ്ടേ ഓലൊക്കെ വലുതായത്? എന്തുകൊണ്ടേ ഓല് വലിയ ആൾക്കാരായത്? ഇങ്ങനത്തെ കാര്യങ്ങൾ കൊണ്ടാണ് വലുതായത്. അതുകൊണ്ട് ഗുരുശിഷ്യ ബന്ധം വളരെ പ്രധാനപ്പെട്ടതാണ്. എല്ലാ ബന്ധങ്ങൾക്കും വലിയ പ്രാധാന്യം നൽകണം. സ്വർഗാവകാശികൾ പരസ്പരം ബന്ധമാണെന്നാണ്. മകനായതുകൊണ്ട് ബന്ധു ആവൂല എന്ന് ഖുർആനിലുണ്ട്. മകനായതുകൊണ്ട് ബന്ധു ആവൂല. ബന്ധു ആവണമെങ്കിൽ സ്വാലിഹിൻ്റെ ബന്ധു സ്വാലിഹും ഫാസിക്കിൻ്റെ ബന്ധു ബാസിക്കും മുഅ്മിനിൻ്റെ ബന്ധു മുഅ്മിനുമാണ്. എവിടെ ഉണ്ട്? നൂഹ് നബിയുടെ കഥയിലുണ്ട് പരിശുദ്ധ ഖുർആനിൽ. നൂഹ് നബി അലൈഹി ഇസ്ലാമിൻ്റെ കാലത്ത് വെള്ളപ്പൊക്കം ഉണ്ടായി. എല്ലാവരും കപ്പലിൽ കയറി. നൂഹ് നബി അലൈഹി ഇസ്ലാമിൻ്റെ മകൻ മാത്രം കയറിയില്ല. അവസാനം സയ്യിദുനാ നൂഹ് അലൈഹി ഇസ്ലാമും വിശ്വസിച്ച ആൾക്കാരും കപ്പലിൽ കയറിയിട്ട് ഒഴുകി നടന്നു. ആകാശത്ത് നിന്ന് മഴ വർഷിച്ചു. ഭൂമിയിൽ നിന്ന് രക്തം ഉറവ പൊട്ടി. അങ്ങനെ തിരമാലകൾ വാപ്പാൻ്റെയും മകൻ്റെയും ഇടയിൽ മറയിട്ടു. വഹാല ബൈനഹുമൽ മൗജു ഫകാന മിനൽ മുഗ്റഖീൻ. തിരമാലകൾ വാപ്പാൻ്റെയും മകൻ്റെയും ഇടയിൽ മറയിടുകയും അങ്ങനെ മകൻ മുങ്ങി മരിക്കുകയും ചെയ്തു. കപ്പലിൽ നിന്ന് ഇറങ്ങിയ നൂഹ് നബി അലൈഹിസ്സലാം അള്ളാഹുവിനോട് തൻ്റെ മകൻ്റെ കാര്യത്തിൽ പരാതി പറഞ്ഞപ്പോൾ, സങ്കടം പറഞ്ഞപ്പോൾ അള്ളാഹു പറഞ്ഞു, ഇന്നഹു ലൈസ മിൻ അഹ്ലിക നൂഹേ, അവൻ എൻ്റെ കുടുംബമല്ലല്ലോ എന്ന് പറഞ്ഞു. എന്തിനാ അവൻ്റെ കാര്യത്തിൽ ഇത് സങ്കടപ്പെടുന്നത്? നൂഹേ, ഇന്നഹു ലൈസ മിൻ അഹ്ലിക, അവൻ നിൻ്റെ കുടുംബമല്ലല്ലോ. ഇന്നഹു അമലുൻ ഗൈറു സ്വാലിഹ്, അവൻ സൽക്കർമ്മം പ്രവർത്തിക്കാത്തവനല്ലേ എന്ന് പരിശുദ്ധ ഖുർആൻ.